ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. കുറേ ആയിട്ട് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്, അപ്പം ജസ്റ്റ് ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഒരു കണ്ടൻറ്റ് കിട്ടിയപ്പോൾ മടി വേറൊന്നുമല്ല ഗൈസ്, മടി മാത്രമാണ്. അപ്പം ഈ GUP സ്കൂളൊക്കെ കണ്ടു. പുതിയ സ്കൂളാണ് കേട്ടോ, കോങ്ങാടിലെ ഗവൺമെൻറ് സ്കൂളാണ്. അതിൻ്റെ ഉദ്ഘാടനം നാളെയാണ്. അപ്പോൾ അതൊക്കെ കണ്ടു. ഞങ്ങൾ ഡീസലൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത്. എൻ്റെ ഒരു അമ്പലത്തിലേക്ക് പോവുകയാണ്. ആ അമ്പലത്തിൻ്റെ പേരാണ് ശ്രീ മോക്ഷത്ത് മഹാദേവ ക്ഷേത്രം. നാഗക്കാവൊക്കെയുള്ള ഒരു അമ്പലമാണ് കേട്ടോ. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കടമ്പഴിപ്പുരം പുലാപ്പറ്റ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. പാലക്കാട് തന്നെയുള്ള ഒരു സ്ഥലമാണ്. അപ്പം നല്ല വൈബുള്ളൊരു അമ്പലമാണ് കേട്ടോ. അപ്പം ഏകദേശം ഒരു 3000 വർഷമായിട്ട് ഈ ഒരു അമ്പലം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത്രയ്ക്ക് നല്ലൊരു എന്താ പറയുക വൈബ് കിട്ടുന്ന ഒരു ക്ഷേത്രമാണ്. നമുക്ക് കുറച്ച് പൂജകളൊക്കെ ഉണ്ടായിരുന്നു, നേർച്ചകളൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആക്ച്വലി കോങ്ങാടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 10-12 കിലോമീറ്ററൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും നല്ല കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ദശപുഷ്പമൊക്കെ അവിടെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുഷ്പത്തിൻ്റെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇതാണ് ഉള്ളിലൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ. സോ അതൊക്കെ കണ്ട് ഞങ്ങളുടെ പൂജ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അമ്പലത്തിൽ നിന്ന്. നല്ലൊരു എന്താ പറയുക പീസ്ഫുള്ളായിട്ടുള്ള, എല്ലാ അമ്പലങ്ങളും പീസ്ഫുള്ളാണ്. പക്ഷേ ഇവിടെ വന്ന് തൊഴുത് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു എന്താ പറയുക ആ ഒരു സന്തോഷത്തിൻ്റെ ലെവൽ വേറെയാണ് കേട്ടോ. കാരണം അത്ര മനോഹരമായിട്ടാണ് ഈ ഒരു അമ്പലം, അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഞാനും അമ്മയും മോളും അച്ഛനൊക്കെ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിറയെ പൂക്കളും നിറയെ ചെടികളും നിറയെ വവ്വാലുകളും ഒക്കെ ഉള്ളൊരു അമ്പലമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഉള്ളിൽ തൊഴുതിട്ട് നമുക്ക് അപ്പുറത്ത് കുറച്ച് പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. അപ്പം അത് തൊഴുതാനായിട്ട് പോവാണ്. അപ്പം ഇവിടുത്തെ ഏകദേശം അറിയപ്പെടുന്ന പൂജകൾ എന്ന് പറയുന്നത് മുട്ടറുക്കൽ, പിന്നെ അപ്പനിവേദ്യം, അതായത് ഉണ്ണിയപ്പം, ആ ഒരു നിവേദ്യം, പിന്നെ ത്രികാല പൂജ, അങ്ങനെ ഉള്ള ഏകദേശം എല്ലാ പൂജകളും നമ്മളിവിടെ കണ്ടുവരുന്ന എല്ലാ പൂജകളും ഇവിടെ നടത്തുന്നുണ്ടെന്നാണ് കേട്ടോ അറിവ്. എൻ്റെ ഞങ്ങൾ അടുത്ത ഒരു നാഗക്കാവ് അവിടെ പോയതാണ് തൊഴാനായിട്ട്. അപ്പം അവിടെയൊക്കെ പോയി തൊഴുതു. ആൻഡ് നിറയെ വവ്വാലിനെ കാണാൻ പറ്റിയിട്ടോ. ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ കുറേ വവ്വാൽ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നല്ല രസമാണ് പോവാൻ. കുറേ പൂക്കളും ചെടികളും ഒക്കെ എന്താ പറയുക, ഒരു നിൽക്കുന്നത് കണ്ടാൽ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു രസമാണ്. ആ ഒരു വഴി തന്നെ നല്ലൊരു ഇതാണ്. അവിടുത്തെ പൂക്കൾക്ക് ഒന്നും ഒരു ക്ഷാമമല്ല. നമ്മുടെ അമ്പലത്തിലെ പൂക്കൾ എന്ന് പറയുന്നത് അവിടെ തന്നെയാണ് തോന്നുന്നു ശേഖരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് രാമായണ മാസത്തിൽ എല്ലാ ദിവസവും ഇവിടുന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മിക്കവാറും ഇഡലി തന്നെ ആയിരിക്കും. ഇഡലി, സാമ്പാർ, പിന്നെ ഇഡലിപ്പൊടി ഉണ്ടാവും, പിന്നെ ചുക്ക് കാപ്പി ഉണ്ടാവും കേട്ടോ. നോർമൽ കാപ്പി അല്ല, ചുക്ക് കാപ്പി. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. ആൻഡ് അത് ഞങ്ങൾക്ക് ഉണ്ണിയപ്പം നിവേദ്യം കഴിച്ചതൊക്കെ നമുക്ക് ഓരോരുത്തർക്ക് തരുമല്ലോ. അപ്പം അതൊക്കെ കിട്ടി, ഞങ്ങളതൊക്കെ കഴിച്ചിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു കോംപ്രമൈസും ഇല്ല ടേസ്റ്റിന്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ ഞങ്ങളിതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. അപ്പം ഇറങ്ങി ഒരു 10-15 മിനിറ്റിൽ തന്നെ വീടെത്തി എന്തായാലും. അപ്പോൾ കാണാത്തവർ എന്തായാലും ഈ ഒരു അമ്പലം പോയി കാണാം. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അമ്പലമാണ്. പാലക്കാടാണ് സ്ഥിതി ചെയ്യുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം, ലോങ് വീഡിയോസ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഓൾ ഫോർ സപ്പോർട്ടിങ് മീ. താങ്ക് യു.